ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റായിട്ട് വീട്ടിലെ ഇൻറ്റീരിയർ ചെയ്യാമെന്നുള്ളതാണ്. ഒരു കോയിനാട്ടോ കയ്യിലുള്ളത്. കോയിൻ കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും ഇത് കളറ് വാങ്ങുന്നില്ല. ഡിസൈനറോ അല്ല ലിവിങ്ങിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയകളിലോ മാത്രമാണ് ഇത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് റിമൂവ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാം എന്നുള്ളതാണ്. A3 സൈസിലുള്ള ഈ ഒരു ഷീറ്റ് അങ്ങനെ അത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന ഒരു സംഭവമല്ല. ഫയർ റെസിസ്റ്റൻ്റ് ആണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ്, മാക്സിമം ചൂടിനെ കുറയ്ക്കാൻ ഈ ഗ്രാനുൾസ് ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇത് വേറെ മോഡലാണ്. സൗണ്ട് കേട്ടാൽ അറിയാം, അത് പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ടൈലിന് പകരം നേരെ വാളിൽ ഗ്യാപ്പുകളില്ലാതെ ജോയിൻ്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റും. ഇതാ ഇത്രയേ ഉള്ളൂ. ഇത്ര വെയിറ്റേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇത് ഫിക്സ് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്. സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ആ സ്ക്രൂ കാണാത്ത രീതിയിൽ തന്നെ ഇത് കവർ ചെയ്യാനും പറ്റും. ഈ കാണുന്ന ലോക്കുകൾ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഫ്ലോറിങ് ഫാസ്റ്റായിട്ട് ചെയ്യാം. നമുക്ക് ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ നമുക്കതൊരു ടപ്പോ എന്നുള്ള സൗണ്ടോ അല്ലെങ്കിൽ ആ ബെൻഡാകുന്ന പ്രശ്നങ്ങളോ അതിൽ വരില്ല. ഹലോ ഫ്രണ്ട്സ്, ഈ അടുത്ത കാലത്തായി വീട് പണി വേഗത്തിലാക്കാനും ചെലവ് ചുരുക്കി ചെയ്യാനും പറ്റിയ ഒരുപാട് പുതിയ പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇൻറ്റീരിയറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെറിയ ബഡ്ജറ്റിൽ ഒരു വാളൊക്കെ പെട്ടെന്ന് ലിവിങ്ങൊക്കെ പെട്ടെന്ന് മനോഹരമാക്കാനുള്ള കൂടുതൽ പ്രോഡക്റ്റുകൾ, ചെതൽ പിടിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയെ ദോഷം ചെയ്യാത്ത, വീടിന് കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പലതിൻ്റെയും പ്രൊഡക്റ്റുകൾ എവിടെ ലഭിക്കും അല്ലെങ്കിൽ ഏത് ഉപയോഗിക്കണം, അതിൻ്റെ വില എന്താണ് എന്നൊക്കെ ആളുകൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഇൻറ്റീരിയർ വേഗത്തിലാക്കാനും എളുപ്പമാകാനും സാധാരണക്കാർക്ക് പോലും ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഈ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ റെക്കോർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ഡെക്കറേറ്റീവ് പ്രൊഡക്റ്റ് കമ്പനിയായ ബിസിനസ് ബെഞ്ചിലാണ്. തമിഴ്നാട് കരൂരിലാണ് കേട്ടോ. ആയിരക്കണക്കിന് എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 300-ലധികം ബ്രാഞ്ചസ് ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ് ബിസിനസ് ബെഞ്ച്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് WPC ലൂവേഴ്സ് പാനലാണ്. ഇത് PVCയിലും വരുന്നുണ്ട്, WPCയിലും വരുന്നുണ്ട്. ഇത് പല സൈസിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ഏകദേശം ഒരു 2 വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് പരിചയപ്പെടുത്തിയതാണ്. എന്നാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റായിട്ട് വീട്ടിലെ ഇൻറ്റീരിയർ ചെയ്യാമെന്നുള്ളതാണ്. ഈ കാണുന്ന പ്രൊഡക്റ്റ് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഉണ്ടല്ലേ, ഇത് ഫിനിഷ് ഒരു വൈറ്റ്, അത് പല കളറിൽ വരും. പക്ഷേ ഈ കാണുന്ന ഭാഗം നമുക്കൊരു 8ലധികം വേരിയൻറ്റിൽ ഇത് കാണാൻ പറ്റും. കാരണം വുഡ് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, അവർക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സിൽ ഇത് ലഭിക്കും. ഇതിൻ്റെ സൈസ് വരുന്നത് 6 ഇഞ്ച് അല്ലെങ്കിൽ അര അടിയിലൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഫുൾ ലെങ്ത്തിൽ ഒരു വാള് നേരെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇൻറ്റീരിയർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വുഡിലൊക്കെ വരുമ്പോൾ വളരെ നല്ലൊരു ഫിനിഷാണ്. അത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു നല്ലൊരു നാച്ചുറൽ തേക്കിൻ്റെ ഫിനിഷിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിൽ ഇത് വരുന്നുണ്ട്. ഇതിലിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാർബിൾ ഫിനിഷിൽ അല്ലെങ്കിൽ ഗ്രേ കളറിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയർ നമ്മൾ ഏത് രീതിയിൽ ചൂസ് ചെയ്യുന്നു ആ രീതിയിൽ നമുക്കിത് ഫാസ്റ്റായിട്ട് വെക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് കമ്പയർ ചെയ്യാൻ നമ്മൾ ഒരു വാൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് കരുതുക. പൂർണ്ണമായിട്ട് ഒരു വാളൊന്നും ആരും കൊടുക്കില്ല. ഡിസൈനറോ അല്ല ലിവിങ്ങിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയകളിലോ മാത്രമാണ് ഇത് കൊടുക്കുക. ഇത് ലോക്ക് ചെയ്ത് സിമ്പിളായിട്ട് ഇതുപോലെ അടുത്തടുത്ത് വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടുപോകാം. വളരെ സിമ്പിളാണ്. ഇത് ഫിക്സ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിന് ക്ലാമ്പുകൾ വരുന്നുണ്ട്. നിങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ക്ലാമ്പ് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ക്ലാമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിൽ വോളിൽ അത് സ്ക്രൂ ചെയ്തിട്ട് അതിൻ്റെ മേലെ വെച്ചാൽ മതി. ഇനി അതല്ല, ഹീറ്റെക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വോളിൽ അപ്ലൈ ചെയ്യാനും പറ്റും. വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ കാർപ്പൻറ്റേഴ്സിൻ്റെ സൗകര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഇത് സ്റ്റിക്ക് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് റിമൂവ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ്. WPC പ്രൊഡക്ട്സുകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പലപ്പോഴും പലർക്കും തോന്നുന്നു ഇതിൻ്റെ എഡ്ജുകൾ എങ്ങനെ ഫിനിഷ് ചെയ്യുമെന്നുള്ളത്. എഡ്ജുകൾ ഫിനിഷ് ചെയ്യാൻ ഈ കാണുന്ന എഡ്ജ് ഫിനിഷർ ഉണ്ട്. നമുക്ക് ഈ ഒരു ലോക്കിൻ്റെ ഒരു വൈറ്റ്നെസ് ഇവിടെ കാണുക എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. നമുക്ക് ഇതുപോലെ എഡ്ജിൽ കൊടുത്തിട്ട് അതിന് ഫിനിഷ് ചെയ്യാനും പറ്റും. ഈ കാണുന്ന വലിയൊരു ലൂവേഴ്സ് ആട്ടോ, WPC ലൂവേഴ്സ് അല്ലേ. ഇൻറ്റീരിയറിൽ ഇത് ഇങ്ങനെ കൊടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് 2 പീസുകളാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഓരോന്നായിട്ട് ലോക്ക് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും. എത്ര ചെറുതാണെങ്കിലും ഇത് ആക്ച്വലി 8 ഇഞ്ചാണ് സൈസ് വരുന്നത്. ചെറിയ പാനലുകളാണെങ്കിൽ 6 ഇഞ്ച് വരും. ഇത് 8 ഇഞ്ചാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് എത്ര മോഡൽ വരുന്നുണ്ട്? ഈ ഒരു മോഡൽ
8 ഇഞ്ചിന്റെ 8 ഇഞ്ചിന്റെ ആണെങ്കിൽ 7 മോഡൽ വരുന്നുണ്ട്. 7 മോഡൽ വരുന്നുണ്ട്. ഇനി നമ്മൾ എക്സ്റ്റീരിയറിൽ വീടിന്റെ പുറമെ ഒട്ടിക്കാനും ഇതുപോലുള്ള പാനലുകൾ വരുന്നുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്ന ഗ്രേ കളർ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റിൽ മാറ്റമുണ്ട്. ഇത് PVC ആണ്, കംപ്ലീറ്റ് PVC ആണ്. അതെ, ഇത് WPC ആണ്. അപ്പോൾ ഇതിനകത്തുള്ള മാറ്റം എന്ന് വെച്ചാൽ ഇതിന്റെ വെയിറ്റ് പറഞ്ഞാൽ ക്വാളിറ്റിക്കുള്ള മാറ്റമാണ്. ഇത് ക്വാളിറ്റി ഇല്ല എന്നല്ല, ഇന്റീരിയറിൽ അങ്ങനെ പെട്ടെന്നുള്ള ഡാമേജിന് നമുക്ക് ചാൻസ് ഇല്ല. പക്ഷെ എക്സ്റ്റീരിയറിൽ ചാൻസസ് ആണല്ലോ. നനഞ്ഞ പ്രശ്നമില്ല. അപ്പോൾ വെയിലടിച്ചാലോ കളർ വാങ്ങും? കളർ വാങ്ങില്ല. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് ഇത് അങ്ങനെ പെട്ടെന്ന് സ്ക്രാച്ച് വീഴുമോ എന്നൊക്കെയാണ് നോക്കാറുള്ളത്. കളർ പോകുന്നു നോക്കട്ടെ. ഒരു കോയിനാട്ടോ കയ്യിലുള്ളത്. കോയിൻ കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും ഇത് കളർ വാങ്ങുന്നില്ല. അതായത് ഇതിൻ്റെ ഇവിടെ നോക്കി അറിയാം, അതിനകത്ത് കൂടുതൽ സ്റ്റിക്കിൽ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ കളർ. അപ്പോൾ മെറ്റീരിയൽ കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ മാറ്റം. എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ഉള്ള മാറ്റം. നമ്മൾ ഇൻറ്റീരിയറിൽ വരുമ്പോൾ കറക്റ്റ് ഒരു ചുമരിൻ്റെ ഹൈറ്റിൽ ഇത് വരുന്നു. പക്ഷേ എക്സ്റ്റീരിയറിൽ ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് വരുന്നത്? ലെങ്ത് വരെ 9.6 ഏകദേശം സെയിം തന്നെയാണ്. വിഡ്ത് വരെ 8.7. അതായത് കുറച്ച് സൈസ് ഇത് വരുന്നുണ്ട്. 26 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. 26 mm ആണ് വരുന്നത്. റൂഫിങ്ങിൽ മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു സ്റ്റോൺ കട്ടഡ് റൂഫിംഗ് ടൈലുകൾ. അതായത് ഏകദേശം 4-5 പീസ് വരുന്ന ടൈലുകൾ. പക്ഷേ അതിൽ നിന്ന് അപ്ഡേറ്റ് ആയി ഒരു ഷീറ്റിനെ മുഴുവനായിട്ട് സ്റ്റോൺ കോട്ടഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്ന ഷീറ്റ് കണ്ടില്ലേ, ഇത് ബ്ലൂ കളറിലാണെങ്കിൽ ഇത് ഗ്രീൻ കളർ, റെഡ് കളർ, അങ്ങനെ വ്യത്യസ്ത കളറുകളിൽ വരുന്നുണ്ട്. നമുക്ക് റൂഫിൽ കൊടുക്കുന്ന ഷീറ്റ് മുഴുവനായിട്ട് ഈ സ്റ്റോൺ കോട്ടഡിൽ വരിക എന്നുള്ളതാണ്. ഇതൊരു അലൂമിനിയം ഷീറ്റാണ്. അതിൻ്റെ തിക്നെസ് കണ്ടില്ലേ, ഇതിൻ്റെ ബിഹൈൻഡിൽ നിങ്ങൾക്ക് കാണാം ഇത് അലൂമിനിയം ഫിനിഷ് തന്നെയാണ് ഈ കാണുന്നത്. ഈ അലൂമിനിയം ഫിനിഷിൻ്റെ മേലെ ഇത് വരുമ്പോൾ സൗണ്ടിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൗണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നോയ്സ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ മഴക്കാലമായിട്ട് വരുന്ന നമ്മളെ നാട്ടിലുണ്ടാകുന്ന മഴ പെയ്യുമ്പോൾ ഇതിൽ സൗണ്ടിനൊക്കെ അകത്തേക്ക് കടത്തി വിടുന്ന കുറക്കും. അതുപോലെ ഫയർ റെസിസ്റ്റൻ്റ് ആണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ്, മാക്സിമം ചൂടിനെ കുറക്കാൻ ഈ ഗ്രാനുൾസൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് വന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ഗ്രാനുൾസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചെറിയ ചെറിയ സ്റ്റോണുകൾ കാണാം. അതുകൊണ്ടാണ് ഇതിന് സ്റ്റോൺ കോട്ടഡ് എന്ന് പറയുന്നത്. ഇത് മുഴുവനായിട്ട് ഒരു സ്റ്റോൺ കോട്ടഡ് ഷീറ്റാണ്. അത്ര വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നല്ല. നമുക്ക് തന്നെ ഒരാൾക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇത് ചെയ്യാം. 3 സൈസിലുള്ള ഈ ഒരു ഷീറ്റ് അങ്ങനെ അത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന ഒരു സംഭവമല്ല. കാരണം ഇത് അലൂമിനിയത്തിലാണ് ഇതിൻ്റെ ബേസ്. ഇതിൻ്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് സ്ക്വയർ ഫീറ്റ് 21 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ഷീറ്റ് വരിക. അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ കോട്ടഡ് ഷീറ്റ്. ഈ കാണുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള മാർബിൾ പീസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒരു ഫിനിഷ്. ഇത് പോളി ഗ്രാനൈറ്റ് ഷീറ്റ് എന്നുള്ള ഒരു പുതിയ പ്രൊഡക്റ്റാണ്. ഇത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ചായി. പക്ഷേ ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻറ്റേജ് ആണ്. നമ്മളൊരു ലിവിങ് അല്ലെങ്കിൽ ഒരു റിസപ്ഷനൊക്കെ നേരെ ഇത് കൊണ്ടുപോയി നേരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ എക്സ്ട്രാ അഡിസീവോ അല്ലെങ്കിൽ കൂടുതൽ ലേബർ കോസ്റ്റ് ഒന്നും വരുന്നില്ല. നേരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു മാർബിൾ ഫിനിഷ് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന പോളി ഗ്രാനൈറ്റ് ഷീറ്റുകൾ വുഡൻ ഷെയ്ഡിൽ വരാം, അല്ലെങ്കിൽ ഈ മാർബിളിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാനൽ ഷെയ്ഡിലൊക്കെ വരുന്നത് 8-4 സൈസിലാട്ടോ വരുന്നത്. വലിയ ഷീറ്റുകളായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. 32 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ഷീറ്റ് ഉണ്ടാവുക. ഇങ്ങനെ വരുന്ന ഈ ഒരു ഷീറ്റ് നിങ്ങൾ ഒരു ലിവിങ്ങിനൊക്കെ മനോഹരമാകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 പീസുകൾ മതി, അല്ലെങ്കിൽ ഒരു TV യൂണിറ്റിൽ കൊടുക്കണമെങ്കിൽ അത്രയും കുറച്ച് മതി ഇതുപോലുള്ള പോളി ഷീറ്റുകൾ. ഈ പോളി ഗ്രാനൈറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അത് UPVCയിൽ വരുന്ന മെറ്റീരിയലാട്ടോ. UPVC മെറ്റീരിയലാണ്. ഇത് മാറ്റിലും ഗ്ലോസിയിലും വരുന്ന മെറ്റീരിയലാണ്. പക്ഷെ അത് എങ്ങനെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ചുമരിൽ അപ്ലൈ ചെയ്യുന്നുള്ള സാമ്പിളാണ് നമ്മളോട് കാണുന്നത് അല്ലേ. ഈ കാണുന്നത് ബ്ലൂ കളറിൽ അപ്ലൈ ചെയ്ത ഗ്ലോസി ഫിനിഷ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ കാണുന്ന വൈറ്റിൽ തന്നെയാണല്ലോ കാണുന്നത്. എന്താ വൈറ്റ് വോളാണ്. ഓക്കെ, വോളിൽ എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇത്. ഇത്ര ഹൈറ്റ് നമ്മൾ 8-4 വരുമ്പോൾ ഇത്ര ഹൈറ്റിൽ കിട്ടുന്നുണ്ടോ? ചുമര് മുഴുവനായിട്ട് കിട്ടും. നമ്മൾ ഇന്റീരിയർ സീലിംഗ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ഇതിന്റെ എഡ്ജിലൊക്കെ ഇവിടെയൊക്കെ കാണുന്ന ഈ ഒരു ലൈൻ ഇത് നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ മെറ്റൽ സ്ട്രിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് മെറ്റീരിയലാണ് വരുന്നത്? അലൂമിനിയം കോപ്പർ ഫിനിഷ് ആണ്. ഇവിടെ അത് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. എങ്ങനെ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പുട്ടി വോളാണ്. ഇത് തിക്നെസ് എത്രയാണ് വരുന്നത്? 3 mm തന്നെയാണ് വരുന്നത് എല്ലാ ഷീറ്റും. എത്ര മോഡൽ ഉണ്ട്? അപ്പോൾ ഇവിടെ ഞാനൊരു മാർബിൾ ടൈപ്പ് കാണുന്നുണ്ട്. ഇത് എത്ര മോഡൽ വരുന്നുണ്ട്? ഗ്ലോസി ടൈപ്പ് 21 മോഡൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു 8-4 ഷീറ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം ഇത് ഇതുപോലെ ഫ്ലെക്സിബിൾ ആവും. കാരണം ഇതങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. ഇതിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 3 mm ആണ് വരിക. ബാക്കിലുള്ള ഈ ഒരു ഫിനിഷ് ആട്ടോ വരിക. കുറച്ച് ഗ്രിപ്പുള്ള ഫിനിഷാണ്. കാരണം അത് ഗമ്മിൽ യൂസ് ചെയ്യുന്നതല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതും അത്ര പെട്ടെന്ന് ഡാമേജ് ആകുന്ന പ്രൊഡക്റ്റ് ഒന്നുമല്ല.
അപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ബാത്റൂമുകളിലൊക്കെ ടൈൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നീട് അതിന് ലീക്കേജ് വരിക എന്നുള്ളതൊക്കെ ഇപ്പോൾ ഒരു സുലഭമായിട്ടുള്ള പ്രശ്നമാണ്. അതിനുള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് ഈ ഒരു കാര്യം. നമുക്ക് ടൈലിന് പകരം നേരെ വാളിൽ ഗ്യാപ്പുകളില്ലാതെ ജോയിൻ്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ഇതിൻ്റെ കോർണർ ജോയിൻ്റ് വന്നു. കോർണർ ജോയിൻ്റ് മാത്രം നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്ത് അപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ഒരു ബാത്റൂമിന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതും കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനും പറ്റും. ഈ കാണുന്ന പാനൽ കണ്ടില്ലേ, ഇത് നമ്മുടെ ലൂവേഴ്സ് അല്ലെങ്കിൽ WPC ലൂവേഴ്സിൻ്റെ അതേ ലുക്ക് ഉണ്ടെങ്കിൽ ഇത് സോഫിറ്റ് പാനലുകളാണ്. സോഫിറ്റ് പാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സീലിംഗ് ആണെങ്കിലും വാളാണെങ്കിലും ഒക്കെ കവർ ചെയ്യാം. പ്രധാനമായിട്ടും സീലിങ്ങിൽ വരുന്ന ഡിസൈൻ സിമ്പിളായിട്ടുള്ള വുഡൻ ഡിസൈനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഇത് വളരെ തിക്നെസ് കുറഞ്ഞ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നല്ല ഫീല് കിട്ടുന്നുണ്ട്, നല്ല ഡെപ്ത് ഫീല് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതാ ഇത്രയേ ഉള്ളൂ, ഇത്ര വെയിറ്റേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. 9 അടിയോളം ഇതിൻ്റെ സൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ്. ഈ ലോക്ക് കണ്ടില്ല, സീലിങ്ങിൽ നമ്മൾ ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന രീതി. ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 പാനലിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ജോയിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളിടത്തത് കൊടുത്താൽ മതി. ഡയറക്റ്റ് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് പോകാനും പറ്റും. അതുപോലെ തന്നെ കോർണറിൽ അതിൻ്റെ എഡ്ജിൽ വരുന്ന ഏരിയകളിൽ ഈ ഒരു പാനലും യൂസ് ചെയ്തിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. ഇത് നമുക്ക് സാധാരണ രീതിയിൽ വുഡ് കൊണ്ടുള്ള ഒരു സീലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ജിപ്സം ചെയ്തതിന് ശേഷം വുഡൻ ഫിനിഷ് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ആ സ്ക്രൂ കാണാത്ത രീതിയിൽ തന്നെ അത് കവർ ചെയ്യാനും പറ്റും. ഈ രീതിയിലാണ് സീലിംഗിൽ ഇത് അപ്ലൈ ചെയ്യുക. അതായത് ഇത് അതിൻ്റെ മോഡൽസ് ആയിരിക്കും അല്ലേ? എത്ര മോഡലുകൾ വരുന്നുണ്ട് ഇതിൽ? ഇത് 6 മോഡൽ. 6 മോഡലാണ് കാണുന്നത്. അതായത് ഡാർക്ക് വുഡ് വരുന്നത്, ചെറിയ വുഡ് വരുന്നുണ്ട്, ടേക്ക് വുഡ് വരുന്നത്, ലൈറ്റ് ഓക്ക്, ഗ്രാഫൈറ്റ്, അതായത് പ്ലെയിൻ ഗ്രേ കളറ്, വാൾനട്ട് ബ്രൗൺ, ഇങ്ങനെയൊക്കെ വരും. അതായത് സീലിംഗിൽ നമുക്കിത് എങ്ങനെയും കൊടുക്കാം അല്ലേ? സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അത് ചാനൽ അടിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സൈസ് വരികയാണെങ്കിൽ എത്ര, നമ്മൾ 9 അടി തന്നെയല്ലേ ഇതിന്റെ സൈസ് വരുന്നത്? 9 അടിയാണ്. അതിന്റെ വിഡ്ത്ത് വരുന്നത് 1 അടിയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സീലിങ്ങിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ ചെറിയ റൂം, ഒരു 3 മീറ്ററിൻ്റെ റൂമൊക്കെ ആണെങ്കിൽ നമുക്കൊരു 8-10 ഷീറ്റ് കൊണ്ട് അല്ലെങ്കിൽ പീസ് കൊണ്ട് ഇത് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. തിക്നെസ് ആണെങ്കിൽ എത്ര വരുന്നുണ്ട്? 1 mm വരുന്നത്. വാൾപേപ്പറുകൾ പണ്ട് കാലം മുതൽക്കേ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പല ക്വാളിറ്റി ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ മാറ്റ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വാളിനെ നേരെ ഒരു 10 മീറ്ററോളം ഒരു ലെങ്ത്ത് അല്ലെങ്കിൽ ഒരു നീളം ഇത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ വീടിൻ്റെ വാളുകൾ ഫാസ്റ്റായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. വാൾപേപ്പർ ഉപയോഗിച്ച വാളുകൾ പിന്നീട് വീണ്ടും ഡിസൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ പാനലുകളൊക്കെ യൂസ് ചെയ്യാം. വാൾ ഇത് ഗമ്മ് യൂസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. വാൾപേപ്പറുകൾ ഒരുപാട് മോഡൽ ഇവിടെ ഉണ്ട് അല്ലേ? പ്രീമിയം മാത്രമേ ഉള്ളൂ. മാറ്റും ഉണ്ട്. ഇപ്പൊ ഇതില് എല്ലാവർക്കും ഇത് സ്വയം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, എന്നാലും ഇതിൽ എക്സ്പെർട്ട് ആയിട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യാണ്. ഇത് ചെയ്തു കൊടുക്കുന്നുണ്ടോ? നമ്മള് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഈ വാൾപേപ്പർ ഇപ്പൊ ഒരു ഗോൾഡൻ കളറാണ്, ഏകദേശം 10 മീറ്റർ ആട്ടോ ഉണ്ടാവാം. ഇത് 56 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞതൊക്കെ പ്രീമിയം ക്വാളിറ്റി ആണ്. പ്രീമിയം മാത്രമല്ല, നോർമൽ വാൾപേപ്പറും ഇവിടെ ഉണ്ട്, എല്ലാ മോഡൽ വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു മോഡലാണ്. ഈ ഗ്ലോസി ചിലപ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും, ഗ്ലോസി എന്ന് പറയുന്നത് എന്താണ്? ഞാനതൊന്ന് പൊളിക്കുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നൊന്നുമില്ല. കാരണം നമുക്ക് വ്യൂവേഴ്സ് ആണ് പ്രധാനം, വ്യൂവേഴ്സിനോട് ചോദിക്കണം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇത് ബാക്ക് സൈഡ് സാധാരണ കാണുന്ന പോലെ പേപ്പർ തന്നെയാണ്. ഗ്ലോസി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഗ്ലേസിനെസ് വരുന്നത് അല്ലേ, ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതല്ലെങ്കിൽ മാറ്റ് പ്ലെയിൻ ആയിട്ട് വരും, ഈ ഒരു തിളക്കം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് നിർത്താം. ഇത് ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുമ്പോൾ ഒരിക്കലും ഇങ്ങനെ നിർത്തണ്ട, അപ്ലൈ ചെയ്യുമ്പോൾ നിർത്തിയാൽ മതി. സ്വയം ചെയ്യാം. ഇതിൻ്റെ ഒരു ഗമ്മുണ്ട്, അതും ഒരിടത്ത് കിട്ടില്ല. ആ ഗമ്മിന് എത്ര രൂപ പാക്കിന് വരുന്നത്? ഏതിലും ചെയ്യാം. സ്പെഷ്യലായിട്ട് വാൾപേപ്പർ ഗമ്മും വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെറിയ പൈസക്ക് വാങ്ങാനും കിട്ടും. പിന്നെ അതൊരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയാൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ. എല്ലാം കൂടെ ഒന്നും ആദ്യം കലക്കണ്ട. ഓക്കെ, ഇത് അങ്ങനെ ഒട്ടിക്കാം അല്ലേ? ചെയ്യാം. കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്ന ആളുകളെ വിളിക്കുകയായിരിക്കും. നല്ല ഒരു ഷീറ്റിന് 500 രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ സ്പെഷ്യലി എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം നിൽക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യാനും ശ്രമിക്കുക. ഒരു അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റാണ് വുഡൻ ഫ്ലോറിങ്. പലപ്പോഴും നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ലോക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ലോക്കുകൾ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഫ്ലോറിങ് ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ ടൈലുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകളാണെങ്കിലും ഫ്ലോറിങ്ങിൻ്റെ ഗ്രാനൈറ്റ് മാർബിളൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, ലേബർ കോസ്റ്റ് ഉണ്ട്. എന്നാൽ അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും.
ഇത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വുഡൻ ഫ്ലോറിങ് പല ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ ബാക്കിലുള്ള ഫോമാണ്. സാധാരണ ഇങ്ങനെ ഒരു ഫോം കാണാറില്ല. ഈ ഫോമിൻ്റെ പ്രത്യേകത നമുക്ക് ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ നമുക്കതൊരു ടപ്പോ എന്നുള്ള സൗണ്ടോ അല്ലെങ്കിൽ ആ ബെൻഡാകുന്ന പ്രശ്നങ്ങളോ അതിൽ വരില്ല. അതിനുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു വുഡൻ ഫ്ലോറിങ്. നമുക്ക് പല ക്വാളിറ്റിയിൽ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ളത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു വുഡൻ ഫ്ലോറിങ്ങിൻ്റെ ഒരു പീസാണ്. അപ്പോൾ ഈ വുഡൻ ഫ്ലോറിങ് നമുക്ക് ഇങ്ങനെ ഇത് വ്യത്യസ്ത കളറിലാട്ടോ, ഇതിങ്ങനെ കേട്ടോ ജോയിൻ്റ് ചെയ്യുക. ഇതിൻ്റെ ഈ ലോക്ക് സിസ്റ്റം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലോക്ക് ഇതിലേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഇതിങ്ങനെയാണ് ലോക്ക്. നമുക്ക് ഇവിടെ വെച്ച് ഒന്ന് ലോക്ക് ചെയ്താലോ നിലത്ത്? സാധാരണ ഇത് ഫ്ലോറിങ്ങിലാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ടൈലിൻ്റെ സൈസ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു 2x4 അല്ലെങ്കിൽ 4x2 ടൈലാണ്. ഏകദേശം അതേ സൈസിൽ തന്നെ വരുന്നത്. കോർണറിൽ ഇത് വെക്കുന്നു. ശരിക്കും കോർണറിൽ ഈ സ്കേർട്ടിങ്ങിന് പകരം വേറെ മോഡൽ ഉണ്ടാവും. ഇങ്ങനെ ഒരേ കളറിലത് വെക്കാം. നമുക്ക് മൾട്ടിപ്പിൾ ഡിസൈൻസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലേ. ഇത് എത്ര കളറിൽ വരുന്നുണ്ട്? ഇത് 5 കളറിലായിട്ട് വരും. 5 കളറിൽ വരുന്നുണ്ട്. നമ്മളിവിടെ 3 കളറുകളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3ഉം വുഡൻ സ്റ്റൈലാണ്. വുഡൻ തന്നെയാണ് കോമൺ ആയിട്ട് ഇത് കാണാറുള്ളത്. നമുക്ക് എഞ്ചിനീയർ വുഡ്സിലും വരും, അതുപോലെ മാനുവലും വരാറുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ മുമ്പൊക്കെ ആളുകൾ ഇത് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് വുഡിൽ. പക്ഷെ അതിനുള്ള പ്രശ്നം പറഞ്ഞാൽ ചെതൽ പിടിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ്. വെള്ളം നനച്ച് തുടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സൈസ് എത്ര? ഞാൻ പറഞ്ഞു ഇത് ടോട്ടൽ സൈസ് ലെങ്ത് വരുന്നത് 4 അടിയാണ്. എന്നാലും ഇതിന്റെ സൈസ് എങ്ങനെയാണ് വരുന്നത്? 7.4 ആയിട്ടാണ് വരുന്നത്. 7.4 ആണ് സൈസ് വരിക. അപ്പോൾ ടോട്ടൽ 8 mm വരുന്നുണ്ട്. സാധാരണ ഇതുപോലെയല്ല, ഇതിന് കൂടുതൽ തിക്നെസ് വരുന്നുണ്ട്. ഇത് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ എത്ര വരും ഒരു ഷീറ്റ്? ഒരു ഷീറ്റ് 2.6 വരും. ഇതുപോലുള്ള സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പുതിയ ഇറങ്ങും. അപ്പോൾ അത് കിട്ടുന്ന സ്ഥലങ്ങളിലെത്തി നമ്മൾ വീഡിയോ എടുക്കും. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാട്ടോ ഈ ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കരൂരാണുള്ളത് അല്ലേ. നമ്മൾ പരിചയപ്പെടുത്തിയ 7ഓളം പ്രോഡക്റ്റുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ബിസിനസ് ബെഞ്ച് ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്? കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞങ്ങൾക്ക് അധിക ജില്ലയിൽ ഇപ്പോൾ ഡീലർമാരായിട്ടുണ്ട്. ഇനി കുറച്ച് ജില്ലയിലും കൂടെ ആവാനുണ്ട്, ഡീലർഷിപ്പ് ആവാനുണ്ട്. ഓക്കെ. റീറ്റെയിലിൽ കൊടുക്കുന്നില്ലേ നിങ്ങൾ? റീറ്റെയിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ, ഇപ്പോൾ പോളിഗ്രാനൈറ്റ് ഷീറ്റ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ലേബർ കിട്ടാത്ത പ്രശ്നം വരുമോ? ഇല്ല, നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങളവിടെ കമ്പനിയിൽ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ ഞങ്ങളെ കമ്പനിയുടെ പേര് ഫർഷീന ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നാണ്. എന്റെ പേര് സുമിയ. ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ നമ്മളെ കമ്പനിയുടെ പ്രിൻസിപ്പൾ തമിഴ്നാട് കരൂരാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഓൾറെഡി ഇതിന്റെ ഷോപ്പുകൾ ഉണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് വേണമെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ആ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അതിൽ വിളിച്ചാൽ കിട്ടും. പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് കൊടുക്കാൻ പറ്റില്ല? വർക്കിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആവശ്യം ഉണ്ടെങ്കിലും ഡീലർഷിപ്പിനാണെങ്കിലും സബ് ഡീലർഷിപ്പിനാണെങ്കിലും ഒക്കെ നിങ്ങളെ ബന്ധപ്പെടാം. ആ നമ്പറുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെയധികം നന്ദി കാര്യം പരിചയപ്പെടുത്തി. താങ്ക് യു.